നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് നഷ്ടമായ സംഭവം. പുനഃപരീക്ഷ ഏപ്രിൽ 7-ന്. കേരള സർവകലാശാലയിൽ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ 71 വിദ്യാർത്ഥികളുടെ പരീക്ഷ ഏപ്രിൽ 7-ന് നടത്തുമെന്ന് സിൻഡിക്കേറ്റ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പരീക്ഷ എഴുതാൻ അസൗകര്യമുള്ളവർക്ക് 22-ന് വീണ്ടും പരീക്ഷ നടത്തുമെന്നും 4 ദിവസത്തിനുള്ളിൽ ഫലം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 7 കോളേജുകളിലാണ് പരീക്ഷ നടത്തുന്നത്. കുട്ടികൾക്ക് അവരുടെ അടുത്ത കോളേജ് തിരഞ്ഞെടുക്കാം. മുൻ പരീക്ഷയുടെ ശരാശരി എടുത്ത് പരീക്ഷ ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും മുൻ പരീക്ഷയിൽ തോറ്റുപോയ വിദ്യാർത്ഥികളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM പോളിറ്റ് ബ്യൂറോ KK ശൈലജയ്ക്ക് പ്രഥമ പരിഗണന. CPM നേതാവ് KK ശൈലജ CPM പോളിറ്റ് ബ്യൂറോയിലെത്തിയേക്കും. കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ പ്രഥമ പരിഗണന KK ശൈലജയ്ക്കാണെന്ന് റിപ്പോർട്ടുകൾ. PBയിലെ വനിതാംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഒഴിയുന്നതാണ് ശൈലജയ്ക്ക് അനുകൂലമായ ഘടകം. K രാധാകൃഷ്ണൻ MP, തോമസ് ഐസക്, EP ജയരാജൻ എന്നിവരുടെ പേരുകളിലും പരിഗണന പട്ടികയിലുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ MA ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് SIക്കും കസ്റ്റഡിയിലുണ്ടായിരുന്ന യുവാവിനും വെട്ടേറ്റു. ഒറ്റപ്പാലം മീഡ്നയിൽ ഗ്രേഡ് SI രാജനാരായണനും കസ്റ്റഡിയിലുണ്ടായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത്. സംഘർഷ സ്ഥലത്തു നിന്നും അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. മീഡ്ന മേഖലയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതറിഞ്ഞാണ് പോലീസ് ഇവിടെ എത്തിയത്. അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത മടങ്ങുന്നതിനിടെ ഇയാളെ ആക്രമിച്ച മറ്റൊരു വിഭാഗം പോലീസിനെ ഉൾപ്പെടെ ആക്രമിക്കുകയായിരുന്നു. SI രാജനാരായണന്റെ കൈക്കാണ് വെട്ടേറ്റത്. ഉടൻ തന്നെ ഇരുവരെയും മറ്റു പോലീസുകാർ ചേർന്ന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരിക്ക് ഗുരുതരമല്ല. ആക്രമിച്ച ആളുകളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഷഹബാസ് കൊലക്കേസ്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ മാറ്റി. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്നും രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന തടസ്സവാദം ഷഹബാസിന്റെ പിതാവ് ഇന്ന് കോടതിയിൽ ഉന്നയിച്ചു. ഇതോടെയാണ് ഹർജി പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റിയത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നേരത്തെ ജാമ്യ ഹർജി തള്ളിയതോടെയാണ് കുറ്റാരോപിതർ ജില്ലാ കോടതിയെ സമീപിച്ചത്. എമ്പുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. BJP നേതാവിന് സസ്പെൻഷൻ. എമ്പുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ തൃശൂരിലെ BJP നേതാവ് വിജീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തൃശൂർ ജില്ലാ നേതൃത്വമാണ് സസ്പെൻഡ് ചെയ്തത്. സിനിമയിൽ മതവിദ്വേഷ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹർജി നൽകിയതെന്ന് വിജീഷ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം ചിത്രത്തിലെ പ്രധാന രംഗങ്ങൾ മുറിച്ചുമാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വാഹന ഉടമകൾക്ക് ഷോക്ക്. ടോൾ ചാർജ് കൂട്ടി. രാജ്യവ്യാപകമായി ടോൾ നികുതി വർദ്ധിപ്പിച്ചു. ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും യാത്ര ചെയ്യുന്നത് ഇന്നു മുതൽ കൂടുതൽ ചിലവേറിയതായി മാറിയിരിക്കുന്നു. NHAA ടോൾ ഫീസ് 4 മുതൽ 5% വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ വർധന പ്രാബല്യത്തിൽ വന്നു. രാജ്യത്തുടനീളമുള്ള ദേശീയപാതയിലെ വാഹനം ഓടിക്കുന്നവർക്കുള്ള പുതുക്കിയ ടോൾ നിരക്കുകൾ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതായി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ ഭേദഗതി കാരണം ഡൽഹി മീററ്റ് എക്സ്പ്രസ് ഹൈവേ, ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് ഹൈവേ, ഡൽഹി ജയ്പൂർ ഹൈവേ തുടങ്ങിയ റൂട്ടുകളിലെ ടോൾ നിരക്കുകൾ ഉയരും. രാജ്യത്തുടനീളമുള്ള ഹൈവേകളിലും എക്സ്പ്രസ് ഹൈവേകളിലും NHAA ടോൾ നികുതി വർദ്ധിപ്പിച്ചു. മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പമാണ് ഈ മാറ്റത്തിന് കാരണം. എല്ലാ ദേശീയപാതകൾക്കും എക്സ്പ്രസ് വേകൾക്കും പുതിയ ടോൾ നിരക്കുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ്. കഞ്ചാവ് പിടികൂടി. തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടി. എക്സൈസ് റെയ്ഡിലാണ് 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. 4 പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹോസ്റ്റലിലെ 15 മുറികളിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കെ തോട്ടിൽ വീണു. 2.5 വയസ്സുകാരി മരിച്ചു. എറണാകുളം വടക്കൻ പരവൂരിൽ 2.5 വയസ്സുകാരി തോട്ടിൽ വീണ് മരിച്ചു. പറവൂർ ചെട്ടിക്കാട് സ്വദേശി ജോസി ജാസ്മിൻ ദമ്പതികളുടെ മകൾ ജൂഹിയാണ് മരിച്ചത്. വീടിന് സമീപമുള്ള തോട്ടിൽ വീണാണ് കുട്ടി മരിച്ചത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. കുട്ടി തോട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് സമീപം തെങ്ങ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഭാഗം സ്ലാബിടാതെ നിലനിർത്തിയിരുന്നു. ഈ ഭാഗത്ത് വെച്ചാണ് കുട്ടി തോട്ടിലേക്ക് വീഴുന്നത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.
എമ്പുരാന്റെ വ്യാജപ്പതിപ്പ് വിൽപ്പനയ്ക്ക്. കണ്ണൂരിൽ യുവതി കസ്റ്റഡിയിൽ. പാപ്പിനിശ്ശേരി ജനസേവന കേന്ദ്രത്തിൽ നിന്ന് എമ്പുരാന്റെ വ്യാജ പ്രിന്റ് പിടികൂടി. തമ്പുരു കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ പ്രിന്റ് പിടികൂടിയത്. പെൻഡ്രൈവിൽ ചിത്രത്തിന്റെ കോപ്പി പകർത്തി നൽകുകയായിരുന്നു. സംഭവത്തിൽ ജീവനക്കാരിയെ വളവട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എമ്പുരാൻ സിനിമയുടെ വ്യാജപ്പതിപ്പിൽ സൈബർ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. വെബ്സൈറ്റുകളിൽ നിന്ന് വ്യാജപ്പതിപ്പ് പോലീസ് നീക്കം ചെയ്തിരുന്നു. ഡൗൺലോഡ് ചെയ്താലും നടപടിയെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ചർച്ച പോസിറ്റീവ്. ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വിഷയത്തിൽ ചർച്ച നടത്തിയതായി മന്ത്രി വീണ ജോർജ്. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി. ആശാവർക്കർമാരുമായി സംസ്ഥാന സർക്കാരിന്റെ ചർച്ച ഉണ്ടാകുമെന്നും JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് പറഞ്ഞു. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ആശാവർക്കർമാരുടെ വിഷയം കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയായി. പോസിറ്റീവ് ചർച്ചയായിരുന്നു ഇതെന്നും വീണ ജോർജ് പ്രതികരിച്ചു.